വീണ്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒറിഗാമിയുടെ ഒരു പിങ്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാം. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആദ്യം നീളത്തിനൊരു ഭാഗം കട്ട് ചെയ്തെടുത്തു. അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും കൂടെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ട് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഇനി ഞാൻ ഇവിടെ സ്കെച്ച് പെന്നുകൊണ്ട് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ആ മാർക്ക് ചെയ്ത ഭാഗം ഞാൻ ഇതുപോലെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കുഞ്ഞായിട്ടൊന്ന് ഡെക്കറേഷനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ് ചെറിയ പൂക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു എൻഡ് ഭാഗം ഹാർട്ട് ഷേപ്പ് വരച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തും കൂടെ ഞാൻ ഹാർട്ട് ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പ് വരച്ച് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ചും കൂടെ കട്ടിയുള്ള പേപ്പേഴ്സിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള ബുക്ക് മാർക്കിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇന്നലെ ആയിട്ട് അത് ഒരു ബുക്ക് മാർക്കിൻ്റെ വീഡിയോ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. കാണാത്തവർ കണ്ടൊക്കെ ഈസി ആയിട്ടില്ലേ. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്